നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1036th day. Today 44th ശ്ലോക of പ്രഥമസ്കന്ധം 13th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1036 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 44ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രധാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 44ാമത്തെ ശ്ലോകം. തസ്മാജ്ജഹ്യംഗവൈക്ലവ്യം അജ്ഞാനകൃതമാത്മന കഥം ത്വനാഥാ കൃപണ വർത്തേരം സ്തേജമാം വിനാ. ഓം തത്സത്. തസ്മാജ്ജഹ്യംഗ വൈക്ലവ്യം അജ്ഞാനകൃതമാത്മന കഥം ത്വനാഥാ കൃപണ വർത്തേരം സ്തേജമാം വിനാ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് തസ്മാത് ജഹി അംഗ വൈക്ലവ്യം അജ്ഞാനകൃതം ആത്മന അജ്ഞാനകൃതം ആത്മന കഥം ത്വം നാഥ കൃപണ വർത്തേ അംസ്തേ വർത്തേരൻ തേ ച മാമ്പിന. വർത്തേരം തേ ച മാമ്പിന. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അതായത് തസ്മാത് അത് ഹേതുവായിട്ട്, അങ്കേ അല്ലയോ പൂജ്യനായിട്ടുള്ളവനെ, അനാഥ നാഥനില്ലാത്തവരും, കൃപണ ദുഃഖിതന്മാരുമായിട്ടുള്ള, തേ അവർ, മാമ്പിന എന്നെ കൂടാതെ, മാമ്പിന കഥം തു എങ്ങനെ, വർത്തേരൻ വർത്തിക്കും എന്നത്, ആത്മന ആത്മാവിൻ്റെ, അജ്ഞാനകൃതം അറിവില്ലായ്മ നിമിത്തമുണ്ടായ, വൈക്ലവ്യം ദുഃഖത്തെ ത്യജിച്ചാലും, ജഹി ത്യജിച്ചാലും, അതായത് ജഹി എന്ന് പറഞ്ഞാൽ ത്യജിച്ചാലും. അജ്ഞാനം കൊണ്ടാണ് ധർമ്മപുത്രർ ചിന്തിക്കുന്നത്, ഞാനില്ലാതെ വിതുരരും ധൃതരാഷ്ട്രരും ഗാന്ധാരി ദേവിയുമൊക്കെ എങ്ങനെയാണ് ഇതാവുക, ഞങ്ങളുടെ സംരക്ഷണമില്ലാതെ അവർ ദുഃഖിക്കുകയില്ലേ, അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയില്ലേ എന്നൊക്കെ ധൃതരാഷ്ട്രം ചിന്തിച്ചിട്ടാണ് ദുഃഖിക്കുന്നത്. രാജധാനി വിട്ടുപോയി അവർ എങ്ങനെ കഴിയുമെന്ന്. അപ്പോൾ നാരദർ പറയുകയാണ്, അജ്ഞാനം ഹേതു. ഓം ശ്രീകൃഷ്ണായ നമ. അജ്ഞാനം ഹേതുവായിട്ടാണ് നീ ഇപ്രകാരം ചിന്തിക്കുന്നത്. എല്ലാം ഭഗവാനാണ് നിയന്ത്രിക്കുന്നത്. എങ്ങനെയുള്ളപ്പോൾ സർവത്രവും ഈശ്വരാധീനമാകുമ്പോൾ പിന്നെ ഞാൻ ആര് അനാഥനില്ലാത്തവരും ദുഃഖിതന്മാരുമായിട്ടുള്ള അവർ ഇങ്ങനെ വർത്തിക്കുമെന്ന് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ അറിവില്ലായ്മ നിമിത്തമുണ്ടായ നിൻ്റെ ഈ പാരവശ്യത്തെ, ദുഃഖത്തെ നീ ഉപേക്ഷിച്ചാലും എന്ന് പറയുകയാണ്. എല്ലാം ഈശ്വരാധീനമായിട്ടുണ്ടാവുമ്പോൾ തന്നെ ഈശ്വരനാണ് രക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ഞാൻ പോയിട്ട് വേറെ ആരെ രക്ഷിക്കാനാണ്? അവർക്കും ഈശ്വരനുണ്ട്, അവരെയും ഈശ്വരൻ രക്ഷിക്കും എന്നുള്ള ബോധം ഉണ്ടാകണം. അജ്ഞാനം കൊണ്ടാണ് നീ ഞാനാണ് കർത്താവ് എന്ന് ചിന്തിക്കുന്നത് എന്ന് ധർമ്മപുത്രരോട് പറയുകയാണ്. നമ്മുടെ അഭാവത്തിൽ അവർ ബുദ്ധിമുട്ടുണ്ടാവുകയില്ലേ, അവർ എങ്ങനെ ജീവിക്കുമെന്നൊക്കെ നീ ചിന്തിക്കുന്നത് അജ്ഞാനകൃതമായിട്ടുള്ള നിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ അറിവില്ലായ്മയെ നീ ത്യജിച്ചാലും എന്ന് പറയുകയാണ്. അടുത്ത ശ്ലോകത്തിൽ നല്ലൊരു ഉദാഹരണത്തോടു കൂടി നാരദർ ഈ സംഗതി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അനേകം ശ്ലോകങ്ങളിലായിട്ട് ധർമ്മപുത്രരുടെ ആ അജ്ഞാനത്തെ അവർ ദുഃഖത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് നാരദർ. ഈ ശ്ലോകങ്ങളൊക്കെ എല്ലാവർക്കും തങ്ങളുടെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ
സാധിക്കുന്നതാണ്. ഉള്ളോടുകൂടി മനസ്സിലാക്കി അനുഭവിച്ചാൽ എല്ലാവിധ ദുഃഖവും നമ്മൾ ഉണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഉറപ്പാണ്. എല്ലാ ദൈവത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെയൊന്നും ചിന്തിക്കേണ്ടതില്ല. അദ്ദേഹം കാത്തുകൊള്ളും. അദ്ദേഹം നൽകുന്നത് എന്തായാലും അത് പ്രസാദമായി സ്വീകരിക്കുക എന്ന ഒരു ചിന്തയോടുകൂടി ജീവിച്ചാൽ ദുഃഖത്തിന് അവകാശമുണ്ടാകുകയില്ല എന്നാണ് നാരദർ പറഞ്ഞു തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. തസ്മാത് ജഹ്യംഗ വൈക്ലവ്യം അജ്ഞാനകൃതമാത്മന കഥം ത്വനാഥാ കൃപണ വർത്തേരം സ്തേജമാംബിന. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.